ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ പൂജയുടെ ഭാഗമായി ഒരിക്കലിരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് അത്താഴം കഴിക്കാതെ പട്ടിണി കിടക്കുന്ന പ്രിയങ്ക ഇന്നേ വരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് വിശന്നിട്ട് വയറ് വല്ലാതെ എരിയുന്നു. ഞാൻ എന്തിനാ ഇങ്ങനെ പട്ടിണി കിടക്കുന്നത്, ഓരോ പൂജാ കാര്യങ്ങള് എന്നൊക്കെ പറഞ്ഞ് വയറും തിരുമ്മി ഇത് സഹിക്കാൻ വയ്യല്ലോ എന്ന് പറഞ്ഞ് പ്രിയങ്ക സങ്കടത്തോടെ ബെഡിൽ എഴുന്നേറ്റിരിക്കുമ്പോഴാണ് പുറത്തുപോയ വരുൺ മടങ്ങിയെത്തിയത്. വരുൺ അകത്തേക്ക് കയറി വന്നതും പ്രിയങ്ക ആകെ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ താലി കെട്ടിയ പെണ്ണ് വേണം ഈ വ്രതം അനുഷ്ഠിക്കാനെന്നൊക്കെയല്ലേ പറഞ്ഞത്. അപ്പോ ഈ വ്രതം ചെയ്യേണ്ടത് അവളല്ലേ, നിങ്ങളുടെ താലി കെട്ടിയോള്, അല്ലാതെ ഞാനല്ലല്ലോ. അപ്പൊ പിന്നെ എന്നോട് എന്തിനാ ഇത്തരം ചടങ്ങുകൾക്കൊക്കെ ഇരിക്കാൻ പറയുന്നത്? ഞാൻ ഇതുപോലെ ഉള്ള വ്രതമൊക്കെ എടുക്കേണ്ട ആവശ്യം എന്താ? അല്ലെങ്കിലും ഇതൊക്കെ വ്രതമെല്ലാം എടുത്തിട്ട് കണിമംഗലത്തുകാർക്ക് ഐശ്വര്യം ഉണ്ടാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ, എനിക്കെന്ത് നേട്ടം ഉണ്ടാവുന്നത് എന്നൊക്കെ പ്രിയങ്ക ബഹളം വെച്ചു. ഇതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ വരുൺ ആ ബെഡിലേക്ക് ഇരിക്കുമ്പോ വരുണിനോട് പ്രിയങ്ക പറഞ്ഞു, അതെ, എന്തെങ്കിലും പറയുമ്പോ ഈ കണ്ണാക്കിലേക്ക് വിഴുങ്ങിയിട്ടുള്ള ഇരിപ്പുണ്ടല്ലോ, അത് കാണുമ്പോഴാ എനിക്ക് ആകെ കൂടി ദേഷ്യം വരുന്നത് എന്ന് പറഞ്ഞു. വരുൺ ഒന്നും ശ്രദ്ധിക്കാത്ത പോലെ അങ്ങനെ ഇരിക്കുമ്പോ പ്രിയങ്ക ചോദിച്ചു, അല്ല, ഞാൻ എന്തിനാ ഈ പെടാപ്പാടൊക്കെ പെടുന്നത്? എന്തായാലും ഇന്ന് പൂജയ്ക്ക് വേണ്ടി തിരുമേനി എല്ലാവരെയും അങ്ങോട്ട് വിളിപ്പിക്കുമല്ലോ, അത് തന്നെയാണ് പറ്റിയ സന്ദർഭം. അപ്പൊ ഞാൻ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. നിങ്ങൾ വിവാഹം കഴിച്ചത് എന്നെ അല്ല എന്നുള്ള കാര്യവും ഈ ഒരു നാടകമൊക്കെ ഞാൻ എന്നേക്കുമായി അവസാനിപ്പിക്കും എന്ന് പറഞ്ഞപ്പോ വരുൺ പറഞ്ഞു, പൂജയ്ക്ക് എല്ലാവരെയും വിളിപ്പിക്കുമ്പോ നീ എന്തായാലും ഒരു കാര്യവും പറയാൻ പോകുന്നില്ല എന്ന് വരുൺ അറിയിച്ചു. അത് കേട്ടതും ഉടനെ വരുണിനോട് പ്രിയങ്ക ചോദിച്ചു, അത് ശരി, ഇതെന്താ ആജ്ഞയാണോ എന്ന് ചോദിച്ചപ്പോ അതെ, ആജ്ഞ തന്നെയാ എന്ന് പറഞ്ഞപ്പോ പ്രിയങ്ക ചോദിച്ചു, എന്നാ ഇപ്പൊ നടന്നതുവാ എന്ന് പറഞ്ഞതും വരുൺ പറഞ്ഞു, അതെ, ഭർത്താവ് ഭാര്യയോട് പറഞ്ഞ ആജ്ഞയല്ല, മറിച്ച് ഉടമ അടിമയോട് പറഞ്ഞത് എന്ന് പറഞ്ഞതും പ്രിയങ്ക ചോദിച്ചു, എങ്ങനെ, എനിക്ക് മനസ്സിലായില്ല, ഞാൻ നിങ്ങളുടെ അടിമയാണെന്നോ എന്ന് ചോദിച്ചപ്പോ വരുൺ പറഞ്ഞു, അതെ, പണം കൊടുത്ത് വില കൊടുത്ത് വാങ്ങിയ ഒരടിമയാണ് നീ എനിക്ക് എന്ന് പറഞ്ഞപ്പോ പ്രിയങ്ക ചോദിച്ചു, പണം കൊടുത്ത് വാങ്ങിയെന്നോ, എന്താ നിങ്ങൾ ഈ പറയുന്നത് എന്ന് ചോദിച്ചതും സംശയമുണ്ടെങ്കിൽ നീ നിന്റെ അക്കൗണ്ട് ഒന്ന് പരിശോധിച്ച് നോക്ക് എന്ന് പ്രിയങ്കയോട് വരുൺ പറഞ്ഞു. ഉടനെ പ്രിയങ്ക പറഞ്ഞു, ഹാ വരുൺ, വെറുതെ കളിക്കല്ലേ എന്ന് പറഞ്ഞതും നിന്നോടല്ലേ ഞാനല്ലേ പറഞ്ഞത്, നിന്റെ അക്കൗണ്ട് ഒന്ന് നീ പരിശോധിച്ച് നോക്ക് എന്ന് പറഞ്ഞപ്പോ വരുൺ പറഞ്ഞതനുസരിച്ച് പ്രിയങ്ക തന്റെ മൊബൈൽ എടുത്ത് അക്കൗണ്ട് പരിശോധിച്ചു. അതിലെ എമൗണ്ട് കണ്ട് പ്രിയങ്ക ഞെട്ടി. വരുൺ, ഇത് സത്യം തന്നെയാണോ എന്ന് പ്രിയങ്ക അന്തിച്ചുകൊണ്ട് വരുണിനോട് നോക്കുന്നു. അപ്പോഴേക്കും പ്രിയങ്കയ്ക്ക് അത് വിശ്വസിക്കാനാവുന്നില്ലെന്ന് മനസ്സിലായതോടെ വരുൺ ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പ്രിയങ്ക ചോദിച്ചു, അല്ല വരുൺ, വരുൺ ഈ പണം തിരിച്ചെടുക്കുവോ എന്ന് ചോദിച്ചപ്പോൾ വരുൺ പറഞ്ഞു, ഓ, ഒരു ബാങ്കിങ്ങിന്റെ ട്രാൻസാക്ഷനെ കുറിച്ച് പോലും അറിയാൻ മേലാത്ത നീയാണോ ഇത്രയും വലിയ ബിസിനസ് ചെയ്യാൻ പോകുന്നത് എന്ന് വരുൺ പ്രിയങ്കയോട് അന്വേഷിച്ചു. എടി, അത് നിന്റെ പണം തന്നെയാ, നിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ അയച്ച പണം. നീ പറഞ്ഞതിന് പ്രകാരം ഞാൻ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി എന്നോട് പറഞ്ഞതുപോലെ നീ കൃത്യമായി ഇവിടെ അഭിനയിക്കുക, ഞാൻ പറയുന്നത് വരെ. അതാണ് ഇനി നിന്റെ ജോലി, മനസ്സിലായോ എന്ന് ചോദിച്ചതും ഉടനെ പ്രിയങ്ക ചോദിച്ചു, അതിനെന്താ, ഞാനിനി എന്താ ചെയ്യേണ്ടത്? വ്രതം എടുക്കണോ? എടുക്കാം. നാളെ എന്താ ചെയ്യേണ്ടത്? അവിടെ പൂജയിൽ പങ്കെടുക്കാം. ഇനി അഥവാ പുറത്ത് കൊളുത്തു തൂക്കി ഇങ്ങനെ ഗരുഡനെ പോലെ നിൽക്കണോ? അതും നിൽക്കാം എന്നൊക്കെ പറഞ്ഞപ്പോ പ്രിയങ്ക പറഞ്ഞു, പ്രിയങ്കയുടെ ആ പറച്ചിൽ കേട്ട് വരുൺ പറഞ്ഞു, അതെ, ഈ പട്ടിക്ക് എല്ലും കഷ്ണം ഇട്ട് കൊടുത്തു കഴിയുമ്പോഴേ അതിനുണ്ടാവുന്ന ഒരു വെപ്രാളവും ആക്രാന്തവും ഒക്കെ ഉണ്ടല്ലോ, അതുപോലെയുണ്ട് ഇപ്പോ നിന്റെ ഈ സംസാരം പ്രവൃത്തിയെ കാണുമ്പോൾ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു കാരണവശാലും ഈ വീട്ടിലുള്ള ആരും തന്നെ നിന്റെ പ്രവൃത്തി കൊണ്ട് വേദനിക്കാൻ ഇടയാകരുത്. ഈ കുടുംബത്തുള്ള ഒരാളുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടാകരുത് നിന്റെ ഇവിടെ നിന്നുള്ള യാത്ര, മനസ്സിലായല്ലോ എന്ന് ചോദിച്ചതും അതിന് എന്താ ചെയ്യേണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം, അതുപോലെ നീ അങ്ങ് ചെയ്താൽ മതി എന്ന് വരുൺ പ്രിയങ്കയോട് പറഞ്ഞു. ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പ്രിയങ്ക വളരെ സന്തോഷത്തോടെ സമ്മതിച്ചു. ഉടനെ വരുൺ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ പ്രിയങ്ക തന്റെ ഫോണിനകത്തുള്ള ആ മെസ്സേജ് കണ്ട് വളരെ സന്തോഷത്തോടെ, ഞാനിപ്പോ എന്തൊരു കോടീശ്വരിയാ എന്നിങ്ങനെ ചോദിച്ചു. 5 കോടി, എനിക്ക് വയ്യ എന്നൊക്കെ അതിശയപ്പെട്ട് അങ്ങനെ പ്രിയങ്ക നിൽക്കുമ്പോൾ വരുൺ വീണ്ടും പ്രിയങ്കയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു, അല്ല, നീ ഇപ്പൊ എന്റെ ആരാ എന്ന് ചോദിച്ചതും ഭാര്യ എന്ന് പ്രിയങ്ക പെട്ടെന്ന് എടുത്തു ചാടി പറഞ്ഞപ്പോ വരുൺ ചോദിച്ചു, അതാണ്ട് ഞാൻ പറഞ്ഞത് എന്ന് ചോദിച്ചു. അല്ലല്ല, ഞാൻ അടിമ തന്നെയാ, വരുണിന്റെ അടിമയാണ് ഞാൻ എന്ന് പ്രിയങ്ക സമ്മതിച്ചു. ഉടനെ വരുൺ അവിടെ നിന്ന് പോയി കഴിയുമ്പോ പ്രിയങ്ക വീണ്ടും ചിന്തിച്ചു, ഇത്രയും വലിയ തുക, ഇതിനിപ്പം ഇത്രയും വലിയൊരു തുക വരുൺ എനിക്ക് തന്നതല്ലേ,
അപ്പൊ പിന്നെ ഞാൻ വരനു വേണ്ടി കുറച്ച് പൂജയിൽ പങ്കെടുത്താ പോരെ, അതൊക്കെ ചെയ്തുകൊള്ളക്കാം, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല എന്നൊക്കെ പ്രിയങ്ക ആലോചിച്ച് വേഗം ആ ബെഡിലേക്ക് ചെന്നങ്ങനെ ഓരോന്നും ആലോചിച്ചിരുന്നപ്പോ പ്രിയങ്കയുടെ വയറിനകത്ത് വേദന തുടങ്ങി. ഹോ, അക്കൗണ്ട് നിറഞ്ഞു, പക്ഷെ വയറ് നിറഞ്ഞില്ലല്ലോ. വയറിന്റെ വേദന അങ്ങനെ തന്നെയല്ലേ എന്ന് ആലോചിച്ച് പ്രിയങ്ക വയറ് തിരുമി സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കൽപ്പന വാതിക്കലേക്ക് എത്തിയത്. കൽപ്പന വേഗം കയ്യിൽ ഒരു ഗ്ലാസ് ഓട്സുമായിട്ട് അകത്തേക്ക് കയറി വന്നിട്ട് പതുക്കെ പ്രിയങ്കയുടെ റൂമിന്റെ വാതിലടച്ചു. ഇത് കണ്ടതും പ്രിയങ്ക ആ കലിയോടെ കൽപ്പനയെ നോക്കി. കൽപ്പന ചിരിച്ചുകൊണ്ട് പ്രിയങ്കയുടെ അരികിലേക്ക് ചെന്നു. പ്രിയങ്ക ഇന്ന് തന്നെ ഒരിക്കലല്ലേ എന്ന് ചോദിച്ചപ്പോ പ്രിയങ്ക പറഞ്ഞു, അതെ, അതറിയാമായിരുന്നിട്ടാണല്ലോ എന്റെ മുന്നിലേക്ക് വന്ന് ഈ ജ്യൂസ് കഴിക്കാനായിട്ട് തന്നെ എന്റെ മുന്നിലേക്ക് വന്നത് എന്ന് പ്രിയങ്ക കൽപ്പനയോട് നോക്കി ദേഷ്യപ്പെട്ടു. അത് കേട്ടതും കൽപ്പന പറഞ്ഞു, പ്രിയങ്കെ, ഇത് എനിക്ക് കഴിക്കാനല്ല, ഞാൻ നിനക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇതിനകത്ത് ഞാൻ ഓട്സിനകത്ത് നട്ട്സും ബദാമും അണ്ടിപ്പരിപ്പും എല്ലാം ഇട്ടിട്ടുണ്ട്, ദാ ഇത് കഴിച്ചു നോക്കിക്കേ എന്ന് പറഞ്ഞ് കൽപ്പന പ്രിയങ്കയ്ക്ക് നേരെ നീട്ടി. അപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു, വേണ്ട, എനിക്ക് ഇന്ന് ഒരിക്കലല്ലേ, ഇതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ലെന്ന് അറിയില്ലേ എന്ന് ചോദിച്ചപ്പോ കൽപ്പന പറഞ്ഞു, അതല്ല പ്രിയങ്കേ, ഇപ്പോ ഭക്ഷണം കഴിക്കാതിരുന്ന് വ്രതം എടുക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. ഭക്ഷണം കഴിക്കാതെ എന്തേലും വ്രതം എടുത്തിട്ട് ഏതെങ്കിലും ഈശ്വരന്മാർ നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ചരിത്രമുണ്ടോ? ഇന്നേ അവരങ്ങനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, വിവാഹം കഴിഞ്ഞു വന്ന ആദ്യ നാളുകളിൽ ഞാനും ഇതുപോലെയൊക്കെയുള്ള കുറെ വ്രതം എടുക്കാനും കുറെ പൂജകൾ ചെയ്യാനും ഒക്കെ ഞാനും ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് വല്ല ഫലവും ഉണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വെറുതെ വിശന്ന് വയറ് പൊരിഞ്ഞ് നമ്മളിങ്ങനെ വ്രതം എടുത്തത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. അല്ലെങ്കിലും മുത്തശ്ശിക്കാണെങ്കിൽ 1000 വർഷം മുമ്പ് ഇതെങ്ങനെയാണോ നടത്തിയത് അതുപോലെ നടത്തണം എന്നൊക്കെ വലിയ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ അതിന് നമ്മൾ നമ്മുടെ ആരോഗ്യം കളയേണ്ട ആവശ്യമില്ലല്ലോ. ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ മറ്റെന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. പിന്നെ ഞാൻ എന്താ ഇത് കൊണ്ടുപോകുന്നില്ല, ഇതിവിടെ വെച്ചേക്കാം, എപ്പോഴെങ്കിലും നിനക്ക് കഴിക്കാൻ തോന്നിയാൽ എടുത്ത് കഴിച്ചു, ആരും കാണാതെ ഗ്ലാസ് എടുത്ത് മാറ്റി വെച്ചാൽ മതി എന്ന് പറഞ്ഞ് കൽപ്പന ഒന്നുകൂടി പ്രിയങ്ക ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ഗ്ലാസ് അവിടെ വെച്ചിട്ട് പറഞ്ഞു, അതെ, നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കണം, അത് പ്രധാനമാണ്, അല്ലാതെ വെറുതെ വയറ് പൊരിഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല മോളെ എന്ന് പറഞ്ഞ് കൽപ്പന വേഗം റൂമിൽ നിന്ന് പുറത്തേക്ക് പോന്നു. പ്രിയങ്ക അല്പം നേരത്തേക്ക് ഒന്ന് ആലോചിച്ചു. ഓ, ഈ കൽപ്പനയെടുത്തി പറഞ്ഞതുപോലെ ഈ ഒരു ഗ്ലാസ് ഓട്സ് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. വ്രതം എടുക്കുമ്പോൾ അരിയാഹാരം ഒരിക്കൽ മാത്രമേ പാടുള്ളൂ എന്നല്ലേ പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നം ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞ് വിചാരിച്ച് പ്രിയങ്ക വീണ്ടും അത് കഴിക്കണോ വേണ്ടയോ എന്ന് കുറച്ചു നേരത്തേക്ക് ആലോചിച്ചു. പിന്നീട് ടേബിളിലിരിക്കുന്ന ആ ഓട്സ് കണ്ടതും ഇനി എനിക്ക് സഹിക്കാൻ വയ്യ എന്ന് വിചാരിച്ച് പതുക്കെ ആ ഗ്ലാസ്സിലെ ഓട്സ് മറ്റാരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കി പതിയെ കയ്യിലേക്ക് എടുത്ത് പ്രിയങ്ക ആ ഓട്സ് എടുത്ത് കഴിക്കാൻ തുടങ്ങി. ഈ സമയം അതുവഴി വന്ന മുത്തശ്ശി ആ റൂമിന് മുന്നിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ അവിടെ ഇരുന്ന പ്രിയങ്ക എന്തോ കഴിക്കുന്നതായിട്ട് മനസ്സിലാക്കി. എന്താണെന്നറിയാനായി മുത്തശ്ശി നോക്കിയതും പ്രിയങ്ക അവിടെ ഇരുന്ന് ഓട്സ് കഴിക്കുന്ന കാഴ്ച കണ്ടു. വളരെ ആസ്വദിച്ച് പ്രിയങ്ക അത് വാരി വാരി കഴിക്കുമ്പോൾ മുത്തശ്ശി അത് നോക്കി നിൽക്കുന്നത് അപ്പുറത്ത് മാറി നിന്ന് കൽപ്പനയും അത് ശ്രദ്ധിച്ചു. മുത്തശ്ശി ആ കാഴ്ച കാണുന്നത് കൽപ്പന ആഗ്രഹിച്ചത് കൊണ്ട് താനും ഇക്കാര്യം കണ്ടില്ല എന്ന രീതിയിൽ പ്രിയങ്ക ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് മുത്തശ്ശി മാത്രം കാണുകയും കൽപ്പന എന്നാൽ അത് താൻ കണ്ടു എന്ന് മുത്തശ്ശി അറിയിക്കാതെയും ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നു. കൽപ്പന മനസ്സിൽ ചിന്തിച്ചത്, എന്തായാലും പ്രിയങ്കയുടെ വിശപ്പ് മാറി, എന്റെ ആഗ്രഹം സാധിച്ചു. മുത്തശ്ശി ഇത് കാണുന്നത് മാത്രമേ ഞാനും ആഗ്രഹിച്ചുള്ളൂ, അത് തന്നെ നടന്നു എന്ന് കൽപ്പന പ്രിയങ്ക അത് കഴിക്കുന്നത് കണ്ട് സന്തോഷത്തോടെ ആലോചിച്ച് നിൽക്കുമ്പോൾ പ്രിയങ്ക ഓട്സ് കഴിക്കുന്നത് മറ്റാരും കണ്ടിട്ടില്ല എന്ന വിശ്വാസത്തിൽ വീണ്ടും അത് കഴിച്ചു പൂർത്തിയാക്കി. ഇതേ സമയം അവിടെ ഗസ്റ്റ് ഹൗസിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന രാധിക പൂജാമുറിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്നത് കണ്ട് സുകുമാരി വല്യമ്മ വേഗം അവിടെ വന്ന് ആ കാഴ്ച കണ്ടിട്ട് കലിയോടെ യശോദയുടെ അരികിലേക്ക് വന്നു. യശോദ റൂമിലിരിക്കുന്നത് കണ്ട് അരികിലേക്ക് വന്ന് സുകുമാരി പറഞ്ഞു, യശോദേ, നീ ഇങ്ങ് വന്നേ, ഞാൻ ഒരു കൂട്ടം കാണിച്ചു തരാം. അത് കേട്ടതും, എന്താ അമ്മേ, ഇങ്ങോട്ട് വാ, നിന്നോട് അവളെന്താ പറഞ്ഞത്? രാധിക ഭക്ഷണം കഴിക്കുന്നില്ലെന്നും അവളുടെ വയറ് നിറഞ്ഞിരിക്കുവാണെന്നും ഒക്കെയല്ലേ പറഞ്ഞത്? എന്താന്നിപ്പൊ ഞാൻ കാണിച്ചു തരാം, നീ ഇങ്ങ് വന്നേ. അവളിതാ പൂജാമുറിയിൽ പോയി ഭജന ഇരിക്കുന്ന പോലെ ഇരിക്കുകയാണെന്ന് പറഞ്ഞ് സുകുമാരി വേഗം യശോദയും വിളിച്ചുകൊണ്ട് ആ പൂജാമുറിക്ക് അരികിലേക്ക് വന്നു. ഉടനെ തന്നെ, കണ്ടില്ലേ, അവള് നിന്നോട് പറഞ്ഞതെന്താ?
അവൾ വയറ് നിറച്ച് ഇന്ന് പ്രസാദമൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുകയാണെന്നും ഭയങ്കര ഉറക്കം വരികയാണെന്നും. എന്നിട്ടിപ്പോൾ കണ്ടില്ലേ അവൾ കാണിക്കുന്നത് എന്താണെന്ന്. ഇത് കേട്ടതും കണ്ടിട്ട് യശോദ പറഞ്ഞു, അതമ്മേ, അവൾക്ക് എപ്പോഴും പൂജാമുറിയിൽ കയറിയിരിക്കുന്ന ശീലം ഉള്ളതാണല്ലോ, അതിനിപ്പോ എന്താ അമ്മേ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ വീണ്ടും യശോദയോട് സുകുമാരി ദേഷ്യപ്പെട്ടു. അതെ, അങ്ങനെ ശീലമുള്ളവള് ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് എന്തിനാ? നിനക്കറിയാവോ, വരുൺ താലി കെട്ടിയ പെണ്ണ് ഇന്ന് ഒരിക്കലിരിക്കണമെന്നല്ലേ തിരുമേനി പറഞ്ഞത്. അതിന് അവൾ മനഃപൂർവ്വം പോയി ഇരിക്കുന്നതാ. അത് അല്ലാതെ അവള് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല. വരുണിന്റെ ജീവന് വേണ്ടിയും വരുണിന്റെ ഭാവിക്ക് വേണ്ടിയും ഒക്കെയാണ് അവൾ ഈ വ്രതം ഇരിക്കാൻ പോയിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ട് എന്തായാലും അവളുടെ ഇന്നത്തെ ഈ പൂജയൊക്കെ ഞാൻ തീർക്കുന്നുണ്ടെന്ന് പറഞ്ഞ് രാധികയെ വിളിച്ചെഴുന്നേൽപ്പിക്കാനായി നേരെ പൂജാമുറിക്കകത്തേക്ക് കയറി വന്നു. ഇങ്ങോട്ട് എഴുന്നേക്കടി എന്ന് പറഞ്ഞ് രാധികയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അപ്പോഴേക്കും എന്താ എന്താ മുത്തശ്ശി എന്ന് ചോദിച്ചപ്പോ യശോദയോട് രാധിക ചോദിച്ചു, ഇവിടെ പൂജിക്കാനും അല്ലെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥിക്കാനും എനിക്ക് അവകാശം ഇല്ലാതായോ? അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ല എനിക്ക് എന്ന് രാധിക അന്വേഷിച്ചു. അപ്പോഴേക്കും സുകുമാരി പറഞ്ഞു, വേണ്ട, നീ വല്ല അഭിനയൊന്നും കാഴ്ചവെക്കണ്ട. നിന്റെ ദുരുദ്ദേശം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായില്ലേ. നീ ഇവിടെ ഇപ്പൊ പൂജ ചെയ്യാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നതേ വരുണിന്റെ ഭാവിക്ക് വേണ്ടിയാണെന്നല്ലേ പൂജാരി പറഞ്ഞത്. വരുൺ താലി കെട്ടിയ പെണ്ണ് വേണം ഒരിക്കലിരിക്കാണെന്നും പൂജ നടത്താനെന്നും ഒക്കെയല്ലേ പറഞ്ഞത്. അതിനിപ്പോ നീ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് ചെയ്യേണ്ട ആളുകൾ അത് ചെയ്യുന്നുണ്ട്. പിന്നെ നീ ഇപ്പൊ ചെയ്യുന്നത് എന്ത് വൃത്തികെട്ട ശീലവാടി. നീ ചെയ്യുന്നത് നല്ല സ്വഭാവമാണോ? അനുജത്തിയോടൊപ്പം ആ മുറിയിൽ കിടക്കുന്നവനെ മനസ്സിൽ കൊണ്ട് നടക്കുകയാണ് ഇവള്. ഇത്രയും വൃത്തികെട്ട ഒരു സ്വഭാവം ഈ ലോകത്ത് വേറെ ആർക്കാടി ഉള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോ യശോദ പറഞ്ഞു, അമ്മ ഇവിടെ കിടന്ന് ബഹളം വെക്കാതെ. ഇപ്പം ദേവേട്ടൻ പരമേശ്വരൻ സാറിന്റെ അടുത്തോട്ട് പോയിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരും. അപ്പൊ പിന്നെ ഇവിടെ കിടന്നിങ്ങനെ ബഹളം ഉണ്ടാക്കി ഏട്ടൻ അതറിയണ്ട എന്ന് പറഞ്ഞപ്പോ സുകുമാരി പറഞ്ഞു, അറിയട്ടെ, ദേവൻ അത് അറിയാൻ പാടില്ല എന്ന് കരുതിയല്ല ഇത്രയും നാളത് മൂടി വെച്ചത്. ഇനി അവനതെല്ലാം അറിയട്ടെ. അപ്പോ അവൻ തന്നെ ഇവളുടെ ഈ വൃത്തികെട്ട മനസ്സ് തിരിച്ചറിഞ്ഞ് ഇവളെ അടിച്ച് പുറത്താക്കിക്കോളും. എന്തായാലും ഇത് ആറ്റുവാശ്ശേരി അല്ലാതായിപ്പോയി. നമ്മുടെ വീട്ടിലോട്ടൊന്ന് തിരിച്ചു ചെല്ലട്ടെ. ആറ്റുവാശ്ശേരി വന്നതിന് ശേഷം നിനക്കുള്ള സമ്മാനം ഞാൻ തരുന്നുണ്ടടി എന്ന് രാധികയോട് ദേഷ്യപ്പെടുന്നു. അപ്പോഴേക്കും യശോദ പറഞ്ഞു, അമ്മ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് യശോദ സുകുമാരിയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. രാധിക ആകെ വിഷമത്തോടെ ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഈശ്വര, എനിക്കെന്ത് സംഭവിച്ചാലും വരുണിനും വരുണിന്റെ ജീവിതത്തിലും ഒരാപത്തും ഉണ്ടാകരുത്. എന്റെ താലി സംരക്ഷിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. പക്ഷേ എന്റെ കഴുത്തിൽ താലി അണിഞ്ഞ ആളുടെ ജീവിതവും അവിടുന്ന് സംരക്ഷിക്കണേ. എന്റെ ജീവൻ എടുത്തിട്ടാണെങ്കിലും വരുണിനൊരാപത്തും വരുത്താതെ കാത്തോളണേ എന്ന് രാധിക മനമൊരുക്കി പ്രാർത്ഥിക്കുമ്പോൾ മുറിയിലേക്ക് എത്തിയ സുകുമാരിയോട് യശോദ ചോദിച്ചു, അമ്മ ഞാൻ പറയുന്നൊന്ന് കേട്ടേ. തിരുമേനി പറഞ്ഞത് എന്താണ്? വരുൺ താലി കെട്ടിയ പെൺകുട്ടി വ്രതം ഇരിക്കണം എന്നല്ലേ? അതപ്പോ രാധിക ഇരുന്നത് കൊണ്ട് എന്താ പ്രശ്നം? പ്രിയങ്കയുടെ കഴുത്തിൽ വരുൺ താലി കെട്ടിയിട്ടില്ലല്ലോ. വരുണിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ രാധിക ഭജന ഇരിക്കുന്നതും പൂജ ചെയ്യാൻ തയ്യാറാകുന്നതും ഒക്കെ. അപ്പൊ പിന്നെ അതുകൊണ്ടുള്ള ഗുണം വരുന്നത് വരുണിനല്ലേ? വരുണിനൊരാപത്തും വരാതിരിക്കുമ്പോ വരുണിനെ കൊണ്ട് നേട്ടം ഉണ്ടാകുന്നത് നമ്മുടെ പ്രിയങ്കമോൾക്ക് തന്നെയല്ലേ അമ്മേ? അപ്പോ അതൊരു നല്ല കാര്യം തന്നെയല്ലേ എന്ന് ചോദിച്ചതും ഉടനെ മുത്തശ്ശി പറഞ്ഞു, എന്താണോ, എനിക്ക് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇത് ഈ ഒരു പൂജയ്ക്ക് മാത്രം ഇതോടെ നിർത്തിക്കോണമല്ല. അല്ലെങ്കിൽ ഇനി ഇത് തുടർന്നാലുണ്ടല്ലോ ഞാൻ കാണിച്ചു തരാം. അവൾക്ക് ഭക്ഷണത്തിൽ ആരും അറിയാതെ വല്ല വിഷം കലർത്തി ഞാൻ ഇല്ലാതാക്കും, നോക്കിക്കോ എന്ന് പറഞ്ഞ് സുകുമാരി ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. യശോദ ആകെ സങ്കടത്തോടെ അവിടെ ഇരിക്കുകയും രാധിക ഭഗവാനോട് മനമൊരുക്കി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് പ്രിയങ്ക നേരെ റൂമിലേക്ക് വന്നതും പ്രിയങ്കയുടെ ഫോണിലേക്ക് അവിടുന്ന് ശരത്തിന്റെ കോള് വന്നു. ശരത്ത് വിളിച്ചതും വേഗം കോൾ എടുത്ത ഉടനെ പ്രിയങ്കയോട് ശരത്ത് പറഞ്ഞു, പ്രിയങ്ക, ഞാൻ നമ്മുടെ പുതിയ വക്കീലിനെയും പുതിയ സംവിധായകനെയും കൂട്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ 3 പേരും ഇവിടെ ഈ കണിമംഗലത്തിനടുത്തുണ്ട്. നീ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞതും ശരത്ത് പറഞ്ഞത് കേട്ട് പ്രിയങ്ക പറഞ്ഞു, അയ്യോടാ, ഇന്ന് വേണ്ട. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഇവിടെ പൂജയൊക്കെ തുടങ്ങുകയാണെന്ന്. കുറച്ചു ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞപ്പോ ശരത്ത് പറഞ്ഞു, അത് പറ്റില്ല. ഞങ്ങൾ മറ്റുള്ളവരെ കണ്ണിപ്പെടാതെ ഇവിടെ നിന്നോളാം. നീ വന്നാ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ശരത്ത് ഫോൺ വിളിച്ചതിന് ശേഷം അവരെല്ലാവരും കാത്തു നിൽക്കുമ്പോൾ പ്രിയങ്ക ഇപ്പൊ ഇങ്ങ് എത്തുമെന്ന് അവരോട് പറഞ്ഞു. അപ്പോഴേക്കും അവർ പറഞ്ഞു, അതെ, ഞങ്ങളെ പരിചയമില്ലാത്ത സ്ഥലമാ. ഇവിടേക്ക് അവർ വന്നു കഴിയുമ്പോൾ ഇനി ഇവിടുത്തെ ആളുകളൊക്കെ ഞങ്ങളെ ചോദ്യം ചെയ്താലോ എന്ന് ചോദിച്ചപ്പോഴേക്കും പെട്ടെന്ന് പ്രിയങ്ക അവിടേക്ക് എത്തി. പ്രിയങ്ക വന്നല്ലോ എന്ന് പറഞ്ഞതും വലിയ സന്തോഷത്തോടെ അവർ നോക്കി. ഉടനെ പ്രിയങ്ക വേഗം ശരത്തിന്റെയും കൂട്ടുകാരുടെ അരികിലേക്ക് എത്തി. ഇത് നമ്മുടെ പുതിയ ലോയറാണ്. ഇത് നമ്മുടെ പുതിയ സംവിധായകൻ.
ഇദ്ദേഹത്തിന്റെ ഈ നല്ലൊരു കഥയുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഉടനെ തന്നെ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഡേറ്റും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് നമുക്ക് സിനിമ സ്റ്റാർട്ട് ചെയ്യാം. അത് കേട്ടപ്പോഴേക്കും അങ്ങനെയല്ല സാറേ എന്ന് ചോദിച്ചതും ഡയറക്ടർ പറഞ്ഞു, അതെ അതൊക്കെ ഓക്കെ തന്നെയാണ്. അപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു, പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാൻ പ്രൊഡ്യൂസർ ആവുന്നത് എന്ന് പറഞ്ഞതും അതൊക്കെ എന്നോട് ചേർത്ത് പറഞ്ഞു. പ്രിയങ്കയ്ക്ക് ഹീറോയിനായിട്ട് വേണം വരാനെന്ന് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ പ്രിയങ്ക പറഞ്ഞു, അതെ സർ, അതുകൊണ്ട് അതിനുവേണ്ടി തന്നെയാ ഞാൻ ഇങ്ങനെ ഒരു ഇങ്ങനെ കാര്യത്തിന് തയ്യാറായതും. ഉടനെ സംവിധായകൻ പറഞ്ഞു, അതൊക്കെ ഓക്കെ, കുഴപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല. പിന്നെ നമ്മുടെ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ എല്ലാവരും പൊതുവെ ഒരു ഡേറ്റ് ഒക്കെ നോക്കിയാണ് ഈ ഇതുപോലെയുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നല്ലൊരു മുഹൂർത്തം കുറിക്കാനായിട്ട് ഞാൻ ദേവമംഗലം ബാലൻ തിരുമേനിയെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി മുഹൂർത്തം കുറിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ, അത് ചെയ്തോ എന്ന് പ്രിയങ്ക സമ്മതിച്ചു. അല്ല ഇനിയിപ്പോ അതൊന്നും ഇഷ്ടമായില്ലെങ്കിലോ അതാ ചോദിച്ചത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പ്രിയങ്കയോട് വീണ്ടും ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശരത്ത് പറഞ്ഞു, അതെ നമുക്ക് ഒരു നല്ല പറ്റിയൊരു പേരിടണം. പിന്നെ നേരത്തെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത കാര്യം പറഞ്ഞിരുന്നു, പക്ഷെ അതത്ര ഒരു രീതിയിലും അങ്ങനെ അങ്ങ് വിജയിക്കുമെന്ന് തോന്നിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. രജിസ്ട്രേഷൻ കാര്യങ്ങളും മറ്റുമൊക്കെ നമ്മളൊന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ നല്ല ഒരു പേര് കണ്ടെത്തണം നമ്മുടെ കമ്പനിക്ക്, അതാ വേണ്ടത് എന്ന് പറഞ്ഞു. പെട്ടെന്ന് ലോയർ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് ശരത്ത് പറഞ്ഞു, നമുക്ക് ആറ്റുവാശ്ശേരി ക്രിയേഷൻസ് എന്ന് എഴുതാം. അപ്പം അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ കുടുംബക്കാർക്കും ഒരു സന്തോഷമാകും. പ്രിയങ്ക വഴി കുടുംബ പേരും അങ്ങ് പ്രശസ്തി ആർജിക്കും. എന്താ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അതൊക്കെ ഒരു ഗമയാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെന്തായാലും കൊള്ളാം, അങ്ങനെ തന്നെ ചെയ്യാമെന്ന് അവർ സമ്മതിച്ചു. അപ്പോഴേക്കും സംവിധായകനായി എത്തിയ ആള് പറഞ്ഞു, അതെ എന്തായാലും ഉടനെ നമ്മുടെ ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. എന്നത്തേക്കാണ് ഈ മുഹൂർത്തം കുറിച്ച് കിട്ടുക എന്ന് പറയാൻ കഴിയില്ല. അതിപ്പോ എനിക്ക് പോലും ഒന്ന് ഗ്യാരണ്ടി പറയാൻ കഴിയാത്ത കാര്യമാണ് എന്നറിയിച്ചു. ഉടനെ പ്രിയങ്ക പറഞ്ഞു, എന്തായാലും ശരത്തെ നീ ഇവരെയെല്ലാം കൂട്ടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ട് നടത്തിക്കോ എന്ന് പറഞ്ഞപ്പോൾ ശരത്ത് പറഞ്ഞു, അതെ ഇവർക്ക് പ്രിയങ്ക അഡ്വാൻസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. പിന്നെ കമ്പനിയുടെ രജിസ്ട്രേഷന്റെ കാര്യത്തിനൊക്കെ ആയിട്ട് ഫണ്ട് വേണ്ടി വരും. അതുകൊണ്ട് ഒരു കോടി രൂപ നിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്ക് എന്ന് പറഞ്ഞു. അത് കേട്ടതും പ്രിയങ്ക പറഞ്ഞു, അയ്യോ സോറി ശരത്തെ, എന്തായാലും ഇപ്പം നമ്മുടെ കമ്പനി ഒന്ന് സ്റ്റാർട്ടായിട്ട് കമ്പനി രജിസ്റ്റർ ചെയ്ത് കമ്പനി അക്കൗണ്ട് വഴി മാത്രം ഞാൻ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യൂ, അതുകൊണ്ടാ എന്ന് പറഞ്ഞതും അവിടെ നിന്ന് ഡയറക്ടർക്കും ലോയർക്കും ഒക്കെ ആകെ ടെൻഷനായി. അവരുടെ മുഖമാകെ മങ്ങിയതും പ്രിയങ്ക പറഞ്ഞു, കാരണം വേറൊന്നും വിചാരിക്കരുത്, മുമ്പ് കുറച്ച് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യം ഞാൻ നിർബന്ധം പറഞ്ഞത് എന്ന് പറയുമ്പോൾ ശരി എന്നാ പിന്നീട് കാണാമെന്ന് പറഞ്ഞ് പ്രിയങ്ക അവിടെ നിന്ന് പോന്നു. അതിനുശേഷം മുത്തശ്ശി രാവിലെ പ്രിയങ്കയുടെ റൂമിലേക്ക് എത്തി. വരുണിന്റെ പ്രിയങ്കയുടെ റൂമിലേക്ക് വന്ന് പ്രിയങ്ക രാത്രി ഭജനം ഇരുന്നിരിക്കുമായിരുന്നു എന്ന പ്രതീക്ഷയിൽ മുത്തശ്ശി വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച പ്രിയങ്ക ബെഡിൽ കിടന്ന് സുഖമായി ഉറങ്ങുന്നതും. ആ കാഴ്ച കണ്ടതോടെ പ്രിയങ്കയുടെ ആ പ്രവൃത്തി കണ്ട് മുത്തശ്ശിക്ക് ആകെ ദേഷ്യം വന്നു. വേഗം തന്നെ മുത്തശ്ശി എന്ന് പ്രിയങ്കയെ വിളിച്ചു നിർത്തി, ഇതെന്താ പ്രിയങ്ക മോളെ ഇങ്ങനെ കിടന്നുറങ്ങുന്നത്? വേഗം എഴുന്നേറ്റേ, പൂജയും മറ്റു കാര്യങ്ങളും ചെയ്യാനുള്ളതല്ലേ, എല്ലാം മറന്നുപോയോ എന്ന് മുത്തശ്ശി അന്വേഷിച്ചു. അപ്പോഴേക്കും പ്രിയങ്ക വേഗം ചാടി എഴുന്നേറ്റ്, അതുപിന്നെ മുത്തശ്ശി എനിക്ക് വല്ലാത്ത തലവേദന തോന്നി, ഇന്നലെ ഭക്ഷണമൊന്നും കഴിക്കാത്തത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞേ മുത്തശ്ശിയുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമം നടത്തുന്നു. ശരി എന്തായാലും വേഗം കുളിച്ച് ഈറിനോടെ നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോകണം എന്നാണ് മുത്തശ്ശി പ്രിയങ്കയോട് അറിയിച്ചു. ഇത് കേട്ടതും പ്രിയങ്ക ശരിയെന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് പോകുന്നു. ഈ സമയത്ത് പ്രിയങ്ക ക്ഷേത്രത്തിലേക്ക് വഴിപാട് നടത്തുന്നതിന് വേണ്ടി പൂജ പൂർത്തിയാക്കുന്നതിന് പോകാൻ ഒരുങ്ങുന്നു എന്ന് അറിഞ്ഞപ്പോൾ ചന്ദ്രശേഖർ പറഞ്ഞു, എന്തായാലും പ്രിയങ്ക ഇന്ന് കുടുംബക്ഷേത്രത്തിൽ നിന്ന് ജീവനോടെ പുറത്തു വരില്ല, അത് തീർച്ച. പ്രിയങ്ക ആകെ ഈറനോടെ വന്ന് നിൽക്കുമ്പോൾ മുത്തശ്ശി പ്രിയങ്കയുടെ ചേഷ്ടകളൊക്കെ കൃത്യമായി ശ്രദ്ധിച്ചു. പ്രിയങ്ക പുറത്തേക്ക് വന്നതും ആകെ ദേഷ്യത്തോടെ പ്രിയങ്ക ആലോചിച്ചു, ദൈവമേ ഇതെന്തൊരു പരീക്ഷണമാണ്, അല്ല ഈ കണിമംഗലംകാർക്ക് ഐശ്വര്യം ഉണ്ടായിട്ട് ഞാൻ എന്ത് ചെയ്യാനാ, എനിക്കെന്താ ഗുണം എന്നൊക്കെ ദേഷ്യപ്പെട്ടുകൊണ്ട് പ്രിയങ്ക അങ്ങനെ നിൽക്കുമ്പോൾ പ്രിയങ്കയുടെ അരികിലേക്ക് ശരത്ത് ഫിലിമിന്റെ കാര്യങ്ങൾ സംസാരിക്കാനായി എത്തി. എന്തായാലും പ്രിയങ്ക, ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം, ഓരോ കാര്യങ്ങൾ അടുപ്പിച്ചുകൊണ്ട് വരുമ്പോൾ അതെല്ലാം നീ ആയിട്ട് തന്നെ ഇല്ലാതാക്കുക. ഇപ്പൊ തന്നെ
ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ കാര്യത്തിന് എല്ലാം ഞാൻ ഒപ്പിച്ചപ്പോ നീ തന്നെ അതിനെ ഇടങ്കോലിടുകയല്ലേ എന്നൊക്കെ ചോദിച്ച് പ്രിയങ്കയോട് ശരത്ത് ദേഷ്യപ്പെടുന്നു. ഇത് കണ്ട പ്രിയങ്ക പറഞ്ഞു, ശരത്തെ ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കുക. അങ്ങനെ പ്രിയങ്കയുടെ കയ്യിൽ കിട്ടിയ 5 കോടിയും എങ്ങനെയെങ്കിലും തട്ടിയെടുക്കുക എന്ന ലക്ഷ്യവും മനസ്സിൽ വെച്ചുകൊണ്ട് ശരത്തും കൂട്ടുകാരും പ്രിയങ്കയുടെ പിന്നാലെ കൂടുന്നു. ഇതേ സമയം മുത്തശ്ശി പ്രിയങ്കയെ ഒരിക്കലും ഈ ഒരു പൂജ ഭംഗിയായി പൂർത്തിയാക്കില്ലെന്ന് ഉറപ്പാക്കിയതുകൊണ്ട് രാധിക എന്താ ചെയ്യുന്നതെന്നറിയാനായി ഔട്ട് ഹൗസിലേക്ക് എത്തി. അപ്പോഴേക്കും രാവിലെ രാധിക ഈറനോടെ വന്ന് ഭഗവാന്റെ മുന്നിലിരുന്ന് ഭഗവാന്റെ പ്രകീർത്തിച്ചുകൊണ്ട് കീർത്തനം ആലപിക്കുന്ന ആ മനോഹരമായ ശബ്ദം കേട്ട് അവിടേക്ക് മുത്തശ്ശി എത്തി. എന്തായാലും വരുണിന്റെ ഭാര്യയാകാനുള്ള യോഗ്യതയും വരുണിന്റെ ഭാര്യയാകേണ്ടതും രാധികമോള് തന്നെയായിരുന്നുവെന്നും എന്തായാലും വരുൺ താലി ചാർത്തിയത് രാധികമോളെ ആയതുകൊണ്ട് ആ ഒരു കുടുംബത്തിന് ഐശ്വര്യവും യശസ്സും ഉയർത്തിയും അഭിവൃദ്ധിയും ഒക്കെ രാധികമോളുടെ ഈ വ്രതശുദ്ധിയിലൂടെ സഫലമാകുമെന്ന് മുത്തശ്ശി മനസ്സിൽ ചിന്തിക്കുകയും അതുകൊണ്ട് സന്തോഷത്തോടെ മുത്തശ്ശി ഔട്ട് ഹൗസിൽ നിന്ന് പോകുന്നു.